ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശ്രീദത്ത്. പ്രധാന വാർത്തകൾ. ED സംഘത്തിന്റെ വാഹനം CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവം. ന്യായീകരണവുമായി വി. ശിവൻകുട്ടി. ഇന്നലെ ഉണ്ടായത് സ്വാഭാവിക പ്രതികരണം. പ്രവർത്തകർക്കെതിരെയുള്ള കേസുകൾ നിയമപരമായി നേരിടുമെന്നും വി. ശിവൻകുട്ടി. അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ പാലായിലെ വീട്ടിലേക്ക് DYFIയുടെ പ്രതിഷേധ മാർച്ച്. സംഘർഷം, പോലീസ് ലാത്തിവീശി. ഏറ്റുമാനൂരിൽ 2 ഇടങ്ങളിൽ മോഷണം. മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള അതിമഹാകാളൻകാവിലെ വിളക്ക് കൂമ്പുകളും മോട്ടറും നഷ്ടപ്പെട്ടു. പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടുകളിൽ പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾ ഉടൻ നീക്കം ചെയ്യും. ജൂൺ ആദ്യം തന്നെ വാഹനങ്ങൾ മാറ്റാൻ ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. ED സംഘത്തിന്റെ വാഹനം ഉൾപ്പെടെ CPM പ്രവർത്തകർ ആക്രമിച്ചതിനെ ന്യായീകരിച്ച് വി. ശിവൻകുട്ടി. ഇന്നലെ ഉണ്ടായത് സ്വാഭാവിക പ്രതിഷേധം മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശാന്തമായ അന്തരീക്ഷം ഉണ്ടായതിനു ശേഷം ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങണമായിരുന്നു. പോലീസ് പാർട്ടി ഓഫീസുകൾ റെയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു. പാർട്ടി പ്രവർത്തകർക്കെതിരെയുള്ള കേസുകൾ നിയമപരമായി നേരിടുമെന്നും വി. ശിവൻകുട്ടി പറഞ്ഞു. ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു, ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഇത്ര വലിയ ജനക്കൂട്ടം പ്രതിഷേധിക്കാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ഒരു ശാന്തത ഉണ്ടായ ശേഷം ED ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങണമായിരുന്നു. ഞങ്ങളെല്ലാം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ നേതൃത്വത്തിൽ തന്നെ പ്രകടനം അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് രക്തസാക്ഷി മണ്ഡപത്തിനോടത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്ദേശമില്ലായിരുന്നു. സാധാരണഗതിയിൽ ഒന്ന് ശാന്തമായ ശേഷം ഇറങ്ങണമായിരുന്നു. ഒരു ജനക്കൂട്ടത്തിൻ്റെ പ്രകടനവും അതിൽ പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടി വന്ന ആൾക്കാരുടെ നേരെ വാഹനം വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് സംഭവങ്ങളുണ്ടായത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയത് രാഷ്ട്രീയ പ്രേരിതമെന്ന് CITU ദേശീയ ജനറൽ സെക്രട്ടറി എളമരം കരീം. EDയെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു. സംസ്ഥാനത്തെ ഇന്റലിജൻസ് സംവിധാനം പരാജയമാണെന്നും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ നടക്കുന്ന നിയമ നടപടി CPM തടഞ്ഞിട്ടില്ലെന്നും എളമരം കരീം പറഞ്ഞു. എന്നാൽ പിന്നെ പോലീസ് അവിടെ എന്തിനാ പോയത്? ഒരു വിവരവും കിട്ടാതെ. ആഭ്യന്തര വകുപ്പിന് നേരായ വിവരം കിട്ടുന്നില്ലെങ്കിലും ഇവിടെ ഒരു ഇൻ്റലിജൻസ് സംവിധാനമുണ്ട്. കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ആവശ്യമായ മുന്നൊരുക്കം അവർ നടത്തേണ്ടതല്ലേ? പിണറായി വിജയനെപ്പോലുള്ള ഏറ്റവും പ്രഗത്ഭനായ CPMൻ്റെ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ തടഞ്ഞു വെച്ച് ഹരാസ് ചെയ്യുന്നു എന്ന വിവരം കിട്ടിയാൽ സ്വാഭാവികമായി അതിലൊരു വികാരം ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ പോലീസിനുണ്ടാവണ്ടേ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവണ്ടേ? ED ഉദ്യോഗസ്ഥന്മാരെ മർദ്ദിക്കുക അല്ലെങ്കിൽ അവരെ ആക്രമിക്കുക എന്ന ലക്ഷ്യം സമരക്കാർക്കോ പ്രക്ഷോഭക്കാർക്കോ ഉണ്ടായിരുന്നില്ല. പ്രക്ഷോഭം നടത്തിയവർ പ്രതിഷേധിക്കുക മാത്രമാണ് ചെയ്തത്, വളരെ സമാധാനപരമായി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയതിൽ പ്രതിഷേധിച്ച് CPM പൊൻകുന്നം ലോക്കൽ കമ്മിറ്റി ടൗണിൽ പ്രകടനം നടത്തി. CPM ഓഫീസ് പടിക്കൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി സമാപിച്ചു. ലോക്കൽ സെക്രട്ടറി KK സന്തോഷ് കുമാർ, K സേതുനാഥ്, ഷാക്കി സജീവ്, മോഹൻ പൂഴിക്കുന്നൽ, IS രാമചന്ദ്രൻ, മിനി സേതുനാഥ്, ഗൗതം ബാലചന്ദ്രൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ വീട്ടിലേക്ക് DYFIയുടെ പ്രതിഷേധ മാർച്ച്. വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലെ പരാതിക്കാരനാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. BJP നേതാവ് ഷോൺ ജോർജിന്റെ വസതിയിലേക്ക് DYFIയുടെ പ്രതിഷേധ മാർച്ച്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലും ഇതര കേന്ദ്രങ്ങളിലും ED റെയ്ഡ് നടത്തിയതിനെ തുടർന്നുണ്ടായ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് കേസുമായി ബന്ധപ്പെട്ട പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ വീട്ടിലേക്ക് DYFI മാർച്ച് നടത്തിയത്. പാല പുലിന്നൂരിന് സമീപം ഷോൺ ജോർജിന്റെ വസതിയിലേക്ക് ഇന്നലെ വൈകുന്നേരം 5:00 മാർച്ച് നടന്നത്. മാർച്ച് നടക്കുന്ന വിവരം പറഞ്ഞ് BJP പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു. പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തിയിരുന്നു. DYFI പ്രവർത്തകരും BJP പ്രവർത്തകരും ഇരുഭാഗത്തും മുദ്രാവാക്യം വിളികളുമായി നിന്നപ്പോൾ പോലീസിന്റെ നിയന്ത്രണം തകർത്ത് ഉള്ളിലേക്ക് കയറാൻ DYFI പ്രവർത്തകർ ശ്രമിച്ചു. ഇതേ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുണ്ടായി. മറുഭാഗത്ത് BJP പ്രവർത്തകർ കൂകി വിളിച്ച് പ്രകോപനമുണ്ടാക്കി. പ്രതിഷേധ പരിപാടി CPIM പാലാ ഏരിയ സെക്രട്ടറി സജൽ ശശി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് അന്ത്രയോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി B സുരേഷ് കുമാർ, സെക്രട്ടേറിയറ്റ് അംഗം NR വിഷ്ണു, ബ്ലോക്ക് സെക്രട്ടറി രഞ്ജിത്ത് സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. ഏറ്റുമാനൂരിൽ 2 ഇടത്ത് മോഷണം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിനോട് ചേർന്ന വടക്കേനട അതിമഹാകാളൻകാവിലാണ് ഇന്ന് പുലർച്ചെ മോഷണം നടന്നത്.
കഴിഞ്ഞ ദിവസം വടക്കേനട ഭാഗത്ത് തന്നെയുള്ള പുഷ്പകത്ത് കുടുംബക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. ഏറ്റുമാനൂരിൽ 2 ദിവസങ്ങളിലായി 2 ഇടത്ത് മോഷണം. ഏറ്റുമാനൂർ അന്തിമഹാകാളൻകാവിൽ നിന്നും 3 വിളക്കുകളുടെ കൂമ്പും ജലസംഭരണിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറും മോഷ്ടിച്ചു. ക്ഷേത്രത്തിന് സമീപത്തു നിന്നും മോഷ്ടാവിന്റേതെന്ന് കരുതപ്പെടുന്ന പുത്തൻ സൈക്കിളും കണ്ടെത്തി. സൈക്കിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർച്ചയായി 5ാം തവണയാണ് അന്തിമഹാകാളൻകാവിൽ മോഷണം നടക്കുന്നത്. ചൊവ്വാഴ്ചയാണ് അന്തിമഹാകാളൻകാവിനോട് ചേർന്ന് പുഷ്പകത്ത് കുടുംബക്ഷേത്രത്തിൽ നിന്നും 2 വിളക്ക് മോഷണം പോയത്. എന്നാൽ ഇവർ പരാതിപ്പെട്ടിരുന്നില്ല. ഇത് മുതലാക്കിയാണ് ഇന്ന് പുലർച്ചെ വീണ്ടും അന്തിമഹാകാളൻകാവിൽ മോഷണം നടത്തിയത്. സമീപ നാളുകളിലായി പ്രദേശത്തെ പല വീടുകളിലും മോഷണ ശ്രമങ്ങളും നടന്നിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വീടുകളിൽ നിന്നും ഇലക്ട്രിക് വയറുകൾ തുടർച്ചയായി മോഷണം പോകുകയും ചെയ്തിരുന്നു. ഏറ്റുമാനൂർ പോലീസ് ക്ഷേത്രത്തിലെത്തി മേൽനടപടി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനുകളുടെ പരിസരത്ത് സൂക്ഷിച്ചിരിക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ നടപടികൾ ആരംഭിക്കുന്നു. ജൂൺ ആദ്യവാരം തന്നെ ഇത്തരം വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള ഉത്തരവിൽ പറയുന്നു. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത വാഹനങ്ങൾ നീക്കം ചെയ്യാൻ നടപടികൾ ആരംഭിക്കുന്നു. വാഹനങ്ങൾ മഴയും വെയിലുമേറ്റ് വർഷങ്ങളായി പോലീസ് സ്റ്റേഷനുകൾ കിടക്കുന്നത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ജൂൺ ആദ്യം പോലീസ് സ്റ്റേഷൻ പരിസരത്തെ പിടിച്ചെടുത്ത പണികൾ നീക്കം ചെയ്ത് ശുചിയാക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചത് പോലീസിനും നാട്ടുകാർക്കും ആശ്വാസമായി. കോടതി നടപടികൾ പൂർത്തിയായ വാഹനങ്ങൾ ലേലം ചെയ്യുക, ഉടമകൾക്ക് തിരിച്ചു നൽകുക, ഉപയോഗശൂന്യമായവ ശാസ്ത്രീയമായി നീക്കം ചെയ്യുക തുടങ്ങിയ നടപടികളാണ് നടപ്പിലാക്കുന്നത്. ഇതിലൂടെ സ്റ്റേഷനിലെ സ്ഥലപരിമിതി കുറയുകയും പരിസര ശുചിത്വം മെച്ചപ്പെടുകയും ചെയ്യും. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി തുരുമിച്ച വാഹനങ്ങളാണ് കിടക്കുന്നത്. വർഷങ്ങളായി വേലി മണിമറ്റി കിടക്കുന്ന വാഹനങ്ങൾ കൊതുക് വളരുന്നതിനും ഇഴജന്തുക്കളുടെ ശല്യത്തിനും കാരണമാകുന്നുവെന്ന പരാതിയും ഉയർന്നിരുന്നു. പുതിയ നടപടിയെ പൊതുജനങ്ങളും വിവിധ സംഘടനകളും സ്വാഗതം ചെയ്തു. ഈ കിടങ്ങൂർ സ്റ്റേഷന്റെ പരിധി കോമ്പൗണ്ടും നമ്മുടെ കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറിയുടെ കോമ്പൗണ്ടുമായിട്ട് ഒരു മതിലിന്റെ വ്യത്യാസങ്ങളുള്ളൂ. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ അറിയാം, ഇഴജന്തുക്കളുടെ വർധന വന്നിട്ടുണ്ട്. ഇഴജന്തുക്കളുടെ ആക്രമണം മൂലം നിരവധിയായ കുട്ടികൾ മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി. ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ ഇവിടെ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. സ്കൂളിലെ കുട്ടികൾക്ക് സുഗമമായി സ്കൂളിലേക്ക് വരാനും പോകാനും ഭയമില്ലാതെ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും സഞ്ചരിക്കാൻ വേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു തീരുമാനമാണ് നമ്മുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ കോമ്പൗണ്ടിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന ഈ വാഹനങ്ങൾ നീക്കുന്നതിൻ്റെ ഗുണം പൊതുജനങ്ങൾക്കുൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുൾപ്പെടെ, അതോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ അവരവരുടെ കൃത്യനിർവഹണത്തിനെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനം സുഗമമായി പാർക്ക് ചെയ്യാനും വേണ്ട ഒരു സൗകര്യം ഈ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്തതിലൂടെ അവർക്കും അത് നല്ല കാര്യമാണ്. എന്തായാലും ഈ ആഭ്യന്തരമന്ത്രിയുടെ ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിന് കേരള ജനത ഒന്നടങ്കം അഭിനന്ദിക്കുന്നു. സ്റ്റേഷനുകളുടെ സൗകര്യം സുരക്ഷയും മെച്ചപ്പെടുത്താൻ ഇത് സഹായമാകുമെന്ന് വിലയിരുത്തുന്നു. സംസ്ഥാനത്ത് പലവട്ടം ശ്രമിച്ചിട്ടും പഴയ വാഹനങ്ങൾ നീക്കാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, പാലാ. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി യോഗത്തിൽ തീരുമാനം. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കർഷക വിഷയങ്ങളും ജനകീയ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി യോഗത്തിൽ തീരുമാനം. കേരള കോൺഗ്രസ് എം ഒറ്റയ്ക്കും LDF കൂട്ടായും നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ സജീവമാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ പരാജയം സമഗ്രമായി വിലയിരുത്തും. പഞ്ചായത്ത്, വാർഡ് തലങ്ങളിൽ കുടുംബ സംഗമങ്ങളും സംഘടിപ്പിക്കും. പാർട്ടി ക്യാമ്പിൽ രാഷ്ട്രീയ നയരേഖ പ്രഖ്യാപിക്കാനും യോഗം തീരുമാനിച്ചു. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ വൈസ് ചെയർമാൻമാരായ തോമസ് ചാഴിക്കാടൻ, ഡോക്ടർ N. ജയരാജ്, ഡോക്ടർ സ്റ്റീഫൻ ജോർജ്, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പള്ളിക്ക് മുന്നിലൂടെയുള്ള വഴി പണിയുന്നതിന് പൈസ കണ്ടെത്താനായി ബിരിയാണി ചലഞ്ച് നടത്തി ഇടവകയിലെ സ്വാശ്രയ സംഘം. കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്ത് പള്ളിയിലെ സ്വാശ്രയ സംഘം പ്രവർത്തകരാണ് റോഡ് നിർമ്മാണത്തിൽ ഫണ്ട് കണ്ടെത്തുന്നതിന് പള്ളിക്ക് കൈത്താങ്ങാകാൻ ബിരിയാണി ചലഞ്ചുമായി മുന്നോട്ടിറങ്ങിയത്. മന്ത്രി മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ കടുത്തുരുത്തിയിൽ പുതുതായി ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. താഴത്തുപള്ളിയുടെ മുൻവശത്തു കൂടിയാണ് ബൈപ്പാസ് റോഡ് കടന്നുപോകുന്നത്. ബൈപ്പാസിൽ നിന്നും പള്ളിയുടെ മുൻവശത്തേക്ക് പുതുതായി വഴി നിർമ്മിക്കുന്നതിനായി വൻ തുകയാണ് വേണ്ടി വന്നത്. ഇടവകാംഗങ്ങളിൽ നിന്നുള്ള സഹായം സ്വീകരിച്ചാണ് വഴി നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ള പണം പൂർണ്ണമായും കണ്ടെത്താനാകാതെ വന്നതോടെയാണ് സ്വാശ്രയ സംഘം പ്രവർത്തകർ ഇടവക വികാരിയെ കണ്ട് ബിരിയാണി ചലഞ്ച് നടത്തുന്ന കാര്യത്തിന് അനുമതി തേടിയത്. നിലവിൽ
പള്ളിയിലേക്കുള്ള വഴി കടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നുമാണ്. ഇത് പള്ളിയുടെ പുറകിലൂടെയാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്. 1500ഓളം ബിരിയാണി പൊതികൾ വിറ്റഴിച്ചു. സ്വാശ്രയ സംഘം പ്രവർത്തകർക്കൊപ്പം ഇടവകാംഗങ്ങളായ പാചക തൊഴിലാളികളാണ് ബിരിയാണി ഉണ്ടാക്കിയത്. പാഴ്സലാക്കി വിതരണം നടത്തുന്നതിന് മുമ്പായി വികാരി ഫാദർ ജോൺ പാളിത്തോട്ടം ഭക്ഷണത്തിന്റെ വെഞ്ചരിപ്പ് നിർവഹിച്ചു. ഇടവകയുടെ ഉന്നമനത്തിനായി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇടവകാംഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും സഹകരണത്തിനും കൂടുതൽ സഹായകമാകുമെന്ന് ഫാദർ ജോൺ പാളിത്തോട്ടം പറഞ്ഞു. താല്പര്യമെടുത്ത് ഇടവകയിലെ സാമ്പത്തികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടിനെ സഹായിക്കാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ നല്ല മനസ്സിൻ്റെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ പന്തക്രിസ്ത ദിനത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് മറ്റുള്ളവരെ സഹായിക്കാനും പരസ്പരം സ്നേഹക്കൂട്ടായ്മയെ ശക്തിപ്പെടുത്താനും നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ ഭക്ഷണം സ്വീകരിക്കുന്നവർക്ക് കൂടുതൽ സന്തോഷവും അതിലുപരിയായിട്ട് വീണ്ടും ഇങ്ങനെയുള്ളവർ സ്വീകരിക്കാനായിട്ടുള്ള നല്ലൊരു ആഭിമുഖ്യം ഉണ്ടാകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ED സംഘത്തിന്റെ വാഹനം CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവം. ന്യായീകരണവുമായി വി. ശിവൻകുട്ടി. ഇന്നലെ ഉണ്ടായത് സ്വാഭാവിക പ്രതികരണം. പ്രവർത്തകർക്കെതിരെയുള്ള കേസുകൾ നിയമപരമായി നേരിടുമെന്നും വി. ശിവൻകുട്ടി. അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ പാലായിലെ വീട്ടിലേക്ക് DYFIയുടെ പ്രതിഷേധ മാർച്ച്. സംഘർഷം, പോലീസ് ലാത്തിവീശി. ഏറ്റുമാനൂരിൽ 2 ഇടങ്ങളിൽ മോഷണം. മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള അതിമഹാകാളൻകാവിലെ വിളക്ക് കൂമ്പുകളും മോട്ടറും നഷ്ടപ്പെട്ടു. പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടുകളിൽ പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾ ഉടൻ നീക്കം ചെയ്യും. ജൂൺ ആദ്യം തന്നെ വാഹനങ്ങൾ മാറ്റാൻ ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.